അവർ നിങ്ങൾ കാണുന്നുണ്ട് തീരദേശത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീരദേശത്തൊക്കെ ചെല്ലുമ്പോൾ എന്നെ അവർ ഒരു മകനെ പോലെ എന്നെ എന്തൊരു ഹൃദയത്തിൽ. ഞാൻ ഇന്നലെ ദിനകരൻ സാറിൻ്റെ പിന്നെ 50 വർഷമായ അദ്ദേഹം ധീവരസഭയുടെ പ്രസിഡന്റ് 50ാം വാർഷികം ഞാനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അവിടെയൊക്കെ ചെന്ന് എന്തൊരു സ്നേഹമാണെന്നറിയുക. കാരണം അവർക്ക് നമ്മൾ ഓപ്പൺ ഹാർട്ടഡായിട്ടല്ലേ സംസാരിക്കുന്നത്. ഒരു എന്തൊരു സ്നേഹമാണെന്നറിയുക. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ അത് ഞാനിപ്പോൾ 47 മണ്ഡലത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ എല്ലാ കാലവും മീൻ പിടിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യ വന്നിരിക്കുന്നു. നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, മാറണം. അതിനൊരു കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഈ സമൂഹം കേരളത്തിൽ ഏറ്റവും പിന്നിരിക്കുന്ന സമൂഹമാണ് ഫിഷർമെൻ കമ്മ്യൂണിറ്റി ആയിരുന്നു. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഗുണം, അവിടെയാണ് ഈ ലാപ്ടോപ്പ് ഒക്കെ കൊടുക്കുന്ന ഒരു പദ്ധതി. എന്തോ ലാപ്ടോപ്പ് അത് കേക്ക്. ഇന്ന് അവർക്ക് എവിടെ വരെ പഠിക്കണതിനും സൗജന്യം. അതെന്താ സൗകര്യം? അതെങ്ങനെയാണ്? എല്ലാം ഫ്രീ. ഒരു പൈസ മുടക്കണ്ട. യൂറോപ്പിൽ വിട്ട് പഠിപ്പിക്കില്ലേ ഇപ്പോൾ? ഇതേ 3 പേര് ഇപ്പോൾ യൂറോപ്പിൽ പഠിക്കുന്നുണ്ട്. ഞാൻ മന്ത്രിയായതിനു ശേഷം കൊടുത്തതാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് എല്ലാ പഠനം. ഇപ്പം ഒരു ഡോക്ടർ തീരദേശത്തിലായിരുന്നു. ഇവരൊക്കെ തീരദേശത്തെ ആളുകളാണല്ലോ. ഇവരോട് ചോദിക്കും, ഒരു ഡോക്ടർ തീരദേശത്തിലായിരുന്നു 10 വർഷം മുമ്പ്. ഇന്ന് 101 ഡോക്ടർമാരുണ്ട് നമ്മുടെ ഈ തീരമേഖല മാത്രം. ഈ വർഷം എൻട്രൻസ് കോച്ചിങ് നമ്മൾ നടത്തി. നമ്മൾ എൻട്രൻസ് കോച്ചിങ് സൗജന്യം, ലാപ്ടോപ്പിൻ്റെ ആണത്. അതെ, എൻട്രൻസ് കോച്ചിങ് ഒക്കെ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുക. ആ സൗജന്യമായി കൊടുത്തപ്പോൾ ആദ്യമായൊരു സംഭവമുണ്ട്. നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിന് വൻ പ്രാധാന്യം നമ്മൾ കൊടുത്തു, ഭയങ്കരമായി കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ 26 കുട്ടികൾ ഈ വർഷം എൻട്രൻസിൽ MBBS വന്നു, യോഗ്യത നേടി. അത് ആദ്യത്തെ സമയം. മറ്റേ 1-2 ഒക്കെ നടത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. അപ്പം പഠിക്കാനുള്ള താല്പര്യം അവർ വർദ്ധിച്ചു. എല്ലാ സ്കൂളിലും എല്ലാ കോളേജിലും അവർക്ക് സൗജന്യമായ വിദ്യാഭ്യാസം വന്നു. വിദേശ രാജ്യത്ത് വരെ പോയി പഠിക്കാനുള്ള സംവിധാനങ്ങൾ വന്നു. അതിൻ്റെ ഫലമായി ഒരുപാട് പ്രൊഫഷണൽസ് വന്നു. പിന്നെ നല്ല ഒന്നാന്തരം ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്സ്, സർക്കാർ എംപ്ലോയീസ്, ഒരുപാട് എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റുകൾ, പ്ലെയിൻ ഓടിക്കുന്ന ആൾ വരെ ഇന്ന് നമ്മുടെ തീരദേശത്തുണ്ട്. ഇത് മാത്രമല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീടുകൾ ഏറ്റവും നല്ലതാ നമ്മൾ കണ്ടുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. ഈ അവരുടെ ഒരു സന്തോഷം, സംതൃപ്തി മന്ത്രിക്ക് നേരിട്ട് അനുഭവപ്പെട്ടത് എങ്ങനെയായിരുന്നു? പറയാം. അയ്യോ, ഇത് തന്നെയാണ്. ഈ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരുണ്ടല്ലോ, നിങ്ങൾ ആ ഫ്ലാറ്റിലോട്ട് ചെന്നിട്ട് ചോദിച്ചാൽ മതി. ഞാനൊരു ഉദാഹരണം, ഒരു പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി, വിധവ, അവർക്ക് ഭർത്താവൊന്നുമില്ല, 2-3 പെൺകുഞ്ഞുങ്ങളാണ്. ഇവർക്ക് വീടില്ല. അവർക്ക് വീടിനകത്ത് കിട്ടി. അവരെൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, സാറ് ഈ മറ്റേ പാല് കാച്ചാൻ നേരത്ത് വരണമെന്ന് പറഞ്ഞു. എനിക്ക് പാവം പറ്റാഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അവിടെ എന്തായാലും ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീയല്ലേ, നമ്മളെ വന്ന് വിളിച്ച നീ അവിടെ പോകണം, എനിക്കന്ന് വരാൻ പറ്റില്ല. ഇവളോടെ പോയി. ആ ചടങ്ങ് മുഴുവൻ എൻ്റെ വൈഫ് പങ്കെടുത്തു. അവൾക്ക് ഭയങ്കരമായ തൃപ്തിയായി. എൻ്റെ വൈഫ് പറയുന്നത് പറഞ്ഞാൽ, ഈ ചെന്ന് കയറിയ സമയം പോലെ പോരുന്നവരെ അങ്ങ് കരയുക, കണ്ണുനീര എന്ന് വെച്ചാൽ ഒരു ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വഴിയാധാരമായി കിടക്കുന്ന 3 കുഞ്ഞുങ്ങളുമായി വഴിയാധാരമായി കിടന്നു അവർക്കുള്ള സന്തോഷം. 22,000 വീടാണ് പിന്നെ ശരത്ത് ഈ ഫിഷർമാൻ സൊസൈറ്റിക്ക് ഈ കഴിഞ്ഞ പിണറായി 2 ഗവൺമെൻറ് കൊടുത്ത് 22,000 വീട്. ചെറിയ കാര്യമാണ് ഈ കേരളത്തിൽ നമ്മൾ നടത്തി. മുമ്പുണ്ടായിരുന്ന ഒരു UDF സർക്കാരുമായി പാർപ്പിടങ്ങളുടെ കാര്യത്തിലൊരു താരതമ്യം എങ്ങനെ മിനിസ്റ്റർ ചെയ്യും? ആ കാലത്ത് കൊടുത്തിരുന്ന പാർപ്പിടങ്ങളും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാർപ്പിടങ്ങളും തമ്മിലൊരു താരതമ്യം, അത് പ്രധാനമാണല്ലോ. താരതമ്യത്തിൻ്റെ കാര്യമൊന്നുമില്ല. അവർ മുഴുവൻ ഗോഡൗണിലും പിന്നെ പുറമ്പോക്കിലും താമസമുണ്ട്. ഫിഷർമാൻ സൊസൈറ്റിക്ക് ഒന്നും UDF ചെയ്തില്ല. എന്ത് ചെയ്തു? പുനർഗേഹം മാത്രമാണോ? വിദ്യാഭ്യാസത്തിന് എന്ത് സഹായം ചെയ്തു? അല്ല, ഇവർ പറയട്ടെ, തീരദേശത്ത് ഒരൊറ്റ സ്കൂൾ കെട്ടപ്പെടുന്നുണ്ടോ? ഒറ്റ സ്കൂൾ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾ പോയി സ്കൂൾ നോക്കൂ. ഇന്നലെ ഞാൻ നമ്മുടെ പിന്നെ ചവറയിലെ ഒരു സ്കൂൾ കാണുകയും ചെയ്തു, നമ്മുടെ കടലിനോട് ചേർന്ന്, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ. എൻ്റെ ശരത്തെ പോയി കാണണം. എത്ര ബിൽഡിങ്ങാണ്! ഇന്നലെ 2.5 കോടി രൂപയുടെ കെട്ടിടം ഞങ്ങൾ കാണുകയും ചെയ്തു. എത്ര കെട്ടിടങ്ങളാണ് പുതുതായിട്ട്. ഭയങ്കര നമ്മൾ കാണുന്നതല്ല എഡ്യൂക്കേഷൻ രംഗത്ത് തീരദേശത്ത് വന്നത്. ഇനി പിന്നെ നമുക്ക് പിന്നെ 10 ഫിഷറി സ്കൂളുണ്ട്, ടെക്നിക്കൽ സ്കൂളുണ്ട്. ഇവരോട് ചോദിക്കുക അതിൻ്റെ സ്ഥിതി എന്തായിരുന്നു? 45 കോടിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. 3 കംപ്ലീറ്റ് ചെയ്തു.
ഞാൻ അവിടെ ചെന്ന് സത്യം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇത് ഞാൻ കാണുന്നില്ല. എനിക്ക് ഫിഷർമാൻ്റെ മക്കളായിട്ടൊന്നുമില്ല, എൻ്റെ മക്കളെ പോലെ ഞാൻ അവരെ കാണുന്നത്. എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം അവർ ഒരു മനസ്സിൽ ഒരു തെറ്റായ ഒരു ചിന്തയുള്ളവരല്ല. അവർ വളരെ എന്താ പറയുക ആത്മാർത്ഥമുള്ളവരാണ്. അവർ വളരെ സിൻസിയറാണ്. അവരുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത് വേറെ പ്രശ്നം. കാരണം അവരെ നമുക്ക് അങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയാതെ പോയി ഇത്രയും കാലം കൊണ്ട്. പക്ഷെ അപ്പോൾ അവരുടെ ഒരു പുതുതലമുറയെ, അവരുടെ അടുത്ത ജനറേഷനെ കുറെ കൂടെ ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക്, ഒരു സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 10 വർഷം കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കണ്ട. ഈ കേരളത്തിലെ ഏറ്റവും മുഖ്യധാര നിൽക്കുന്ന, സാമൂഹ്യമായി സാമ്പത്തിക മുഖ്യധാര നിൽക്കുന്നവരെക്കാൾ മുഖ്യധാര വരും ഫിഷർമാൻ സമൂഹം. കാരണം ഒറ്റ സെക്കൻഡ് കൂടെ, ഈ ടെക്നിക്കൽ സ്കൂളിനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ 10 സ്കൂളിൽ ഞാൻ പോയി. ആ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലേ എന്തിനു കൊള്ളാം, ഒന്നിനും കൊള്ളാത്ത ഹോസ്റ്റലുകൾ. പഠിക്കാൻ എല്ലാ സ്കൂളും നന്നായിക്കൊണ്ടിരിക്കുകയല്ല. ചോദിച്ചു നോക്ക്, 45 കോടി 3 സ്കൂൾ തീർന്നു കഴിഞ്ഞു. അടിപൊളി ഹോസ്റ്റൽ. ഏതെങ്കിലും ഒരെണ്ണം മിച്ചമുണ്ടോ നന്നാവാ? അല്ല പണി തുടങ്ങി, 3 തീർന്നു. ഞാൻ 10 ഹോസ്റ്റൽ ഈ ഗവൺമെൻറ് കാലത്ത് പണം കൊടുത്തു കഴിഞ്ഞു. എല്ലാ സ്കൂളും നമ്പർ 1 സ്കൂൾ. അപ്പോൾ 1000 കുട്ടികൾ ഇപ്പോൾ താമസിച്ച് പഠിക്കുകയാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും 1000 കുഞ്ഞുങ്ങൾ ഫിഷർമാൻ്റെ കുട്ടികൾ ടെക്നിക്കൽ സ്കൂളിൽ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ഹോസ്റ്റൽ താമസിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കേരളം അതിനുവേണ്ടി പണം വാരി പമ്പ് ചെയ്യല്ലേ.